ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 12. അറിയുകയും സ്നേഹിക്കുകയും. നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിക്കും. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം. എൻ്റെ മകനു നിങ്ങളെ അറിയാമോ എന്ന ശക്തമായ ലേഖനത്തിൽ സ്പോർട്സ് എഴുത്തുകാരനായ ജോനാഥൻ ജാക്സ് തൻ്റെ ടെർമിനൽ ക്യാൻസറുമായുള്ള പോരാട്ടത്തെക്കുറിച്ച് തൻ്റെ ഭാര്യയെയും ഇളയ മകനെയും മറ്റുള്ളവർ നന്നായി പരിപാലിക്കണമെന്ന ആഗ്രഹത്തെക്കുറിച്ചും എഴുതി. മരിക്കുന്നതിന് 6 മാസം മുമ്പാണ് 34-കാരൻ ഈ ലേഖനം എഴുതിയത്. യൗവനത്തിൽ പിതാവ് മരിച്ച യേശുവിൽ വിശ്വസിക്കുന്ന ജാക്സ് വിധവകളുടെയും അനാഥരുടെയും സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന തിരുവെഴുത്തുകൾ പങ്കുവച്ചു. തൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം എഴുതി, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കാണുമ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നതൊന്നേയുള്ളൂ, നിങ്ങൾ എൻ്റെ മകനോടും ഭാര്യയോടും നല്ലവരായിരുന്നോ? എൻ്റെ മകനു നിങ്ങളെ അറിയാമോ? ദാവീദ് രാജാവ് ചോദിച്ചു. ഞാൻ, അതായത് തൻ്റെ പ്രിയ സുഹൃത്ത് യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ? ഒരു അപകടം മൂലം ഇരുകാലിനും മുടന്തുള്ള യോനാഥാന്റെ മകൻ മെബീബോശത്തിനെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് അവനോട്, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു കൊള്ളേണം. ദാവീദ് മെബീബോശത്തിനോട് സ്നേഹപൂർവമായ കരുതൽ കാണിച്ചു. കാലക്രമേണ അവനെ ശരിക്കും അറിയാൻ സാധ്യതയുണ്ട്. നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാനാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അവരെ നന്നായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യാം. ചിന്തിക്കുക, നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ കൂടുതൽ ആഴത്തിൽ അറിയാനാകും? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയിരിക്കും? ദൈവത്തിന് മഹത്വം.